മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അസുഖമൊക്കെ മാറിയല്ലോ? ശരീരത്തിൻ്റെതാണെങ്കിൽ മാറി. ഞാനും ആ വഴിക്കാ പോകുന്നു. വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. പിന്നെ സൂക്ഷിച്ചൊക്കെ ഇരുന്നോളേ. എന്താ ശ്രീമതി ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നോട് ഇത്രയധികം അടുത്തുപോയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അയ്യോ, അതൊന്നുമല്ല. പിന്നെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ബി ഹാപ്പി, കം ഓൺ. രാധാമണി, എടി രാധാമണി, എന്തിനാടി കൊച്ചു കരയുന്നത്? പാല് കൊടുത്തില്ലേ? പാല് വാങ്ങിച്ചോണ്ടോ? കാശിതാ. വേറൊന്നും വേണ്ടേ? ഒരു കുപ്പിയും എടുത്തു. എന്തിനാ, കള്ളു വാങ്ങാനോ? എന്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചിന് നേരത്തിനും കാലത്തിനും മുട്ടയും പാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. എന്നാലേ അങ്ങോട്ട് പോരുന്നു. ഉണ്ണി ബീഡിയും തീപ്പെട്ടിയും വാങ്ങിച്ചില്ലേ? എന്റെ കാശുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ എവിടുന്നാടോ കാശ്? ഇത് കടം വാങ്ങിയതാ. ബീഡി കടം കിട്ടൂലേ? ഇല്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കിട്ടൂല. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. വേണ്ട, താങ്ക്സ്. അതുകൊണ്ടായി ശരീരം ക്ഷീണിക്കുന്നത്. തിന്നണം, നന്നായി തിന്നണം. എനിക്ക് ഈ കുഴലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപയോഗിക്കാനാണല്ലോ തരുന്നത്. തരുന്നതെല്ലാം ഉപയോഗിക്കരുത്. നമുക്ക് പോകാം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? ഒരു ഉത്സവ പ്രോഗ്രാം. കാണേണ്ടതാ. നന്ദിനി റെഡി ആയിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, മോഹൻകുമാറും സിസിലും ഒക്കെ ഉണ്ട്. നമുക്ക് പോകാം. എന്താ? Come. ശരിയായോ? ബൈക്ക് കാലത്ത് ശരിയാവും. നമുക്ക് നാളെ പോകാം. അയ്യോ, വാർഡൻ വല്ലതും പറയും. നമുക്ക് ബസ്സിലെങ്കിലും പോകാമായിരുന്നു. അതിന് ബസ് വേണ്ടേ? ബോറടി മാറ്റാൻ വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ഈറനായ നദിയുടെ മാറിൽ ഈ വിടുന്ന നീർക്കുമിളകളിൽ ഓടിയെത്തും. എന്നോട് പിണക്കാണോ? ഓഹോ, നന്ദിനിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഇത്ര അടുത്തിടപഴകിയപ്പോ നന്ദിനി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്നാ ഞാൻ കരുതിയത്. ക്ഷമിക്കൂ, തെറ്റെന്തേലാണ്. ഇനി ഒരിക്കലും നന്ദിനി ഞാൻ ഉപദ്രവിക്കില്ല. നന്ദി കിടന്നോളൂ.
ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം. ഇതിലൊക്കെ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? എന്തായാലും നമ്മൾ വിവാഹിതരാകാൻ പോയല്ലേ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം.